ഭാരതത്തിന്റെ തൃശൂൽ സൈനികാഭ്യാസത്തെ പേടിച്ച് പാകിസ്ഥാൻ. സർക്രീക്കിനടുത്ത് പ്രതിരോധ സേനകൾ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസത്തിന് മുന്നോടിയായി വ്യോമാതിർത്തിയിൽ പാകിസ്ഥാൻ സുരക്ഷ ശക്തമാക്കി. മധ്യ തെക്കൻ വ്യോമപാതയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആയുധ പരീക്ഷണമാണെന്ന ഭയത്തിലാണ് പാകിസ്ഥാന്റെ ജാഗ്രത. ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയാണ് തൃശൂൽ സംയുക്ത സേനാഭ്യാസം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയൂ. കൃഷ്ണരാജ്, പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ ഭാരതം നടത്തുന്ന സൈനിക അഭ്യാസം, പ്രത്യേകിച്ച് വ്യോമ അതിർത്തിയിൽ സൈനിക അഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ജാഗ്രത അല്ലെങ്കിൽ ഒരു മുൻകരുതൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തയ്യാറെടുക്കുന്നതാണോ എന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ വ്യോമപാതയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മധ്യ തെക്കൻ വ്യോമപാതയിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ തൃശൂൽ സൈനികാഭ്യാസമാണ് സർക്രീസ് മേഖലയ്ക്കടുത്ത് അതിർത്തി പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ അത്യാധുനിക ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ, ഒപ്പം വ്യോമമേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും നിലവിലെ ക്രമീകരണങ്ങളും അതിൻ്റെ വിലയിരുത്തലുകളുമാണ് ഈ അഭ്യാസ പ്രകടനത്തിലൂടെ, സൈനിക അഭ്യാസ പ്രകടനത്തിലൂടെ ഭാരതത്തിൻ്റെ സൈന്യം ഉദ്ദേശിക്കുന്നത്. ഈ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വ്യോമമേഖലയിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഒക്ടോബർ അവസാനം മുതൽ നവംബറിൽ ഏകദേശം 10-ാം തീയതി വരെയാണ് ഭാരതത്തിൻ്റെ സംയുക്ത സേനകളുടെ ഈ സൈനിക അഭ്യാസ പ്രകടനം നടക്കുന്നത്. ആ സൈനികാഭ്യാസ പ്രകടനം ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കാനാണ്, അല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആയുധാഭ്യാസ പ്രകടനം ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന ഭയത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രത പാകിസ്ഥാൻ കൈവരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി.